സർ, നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ എക്സാം ടൈം ആകുമ്പോൾ ഒരുപാട് സ്ട്രെസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നേരിടാം? കുട്ടികൾക്ക്, നമുക്ക് കൗമാരപ്രായക്കാർക്ക്, ചിൽഡ്രൻ, അഡോളസൻസ്, കോളേജ് സ്റ്റുഡൻസ് എല്ലാവർക്കും ഇതൊരു വിഷയം തന്നെയാണ് എക്സാം സ്ട്രെസ്. അപ്പോൾ അതിനുള്ള മറുപടി, നമ്മൾ ഈ എക്സാം സമയം ഒന്നാമത് തന്നെ എക്സാമിനെ പറ്റി നമ്മുടെ ആദ്യത്തെ മറുപടി, ഈ എക്സാമിനേഷൻ ഒന്നും വലിയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളായിട്ട് നമ്മൾ ആരും പരിഗണിക്കരുത്. അത് നമ്മുടെ ഒരു ജീവിത വിജയത്തിന്, നമുക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന ആളാണ് ജീവിതത്തിലെ വിജയമാകുന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവരുത്. അതൊരു ഇറ്റ്സ് എ മിയർ റിഫ്ലക്ഷൻ ഓഫ് അവർ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് വേണം പറയാം. അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് എമോഷണൽ കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈകാരികമായ നിലവാരം എങ്ങനെയാണ് നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നത്, വിജയിപ്പിക്കുന്നത്, അതിനെല്ലാം ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അവരുടെ മാതാപിതാക്കന്മാരും എക്സാം പെർഫോമൻസിന് ഒരു പരിധിക്കപ്പുറം പ്രാധാന്യം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും എൻട്രൻസ് എക്സാം പോലുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പരീക്ഷയുടെ സമയത്തേക്ക് മാറ്റി വെച്ചിട്ട് അവസാന നിമിഷം നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. ഒരു പഠനക്രമം, ഒരു കൃത്യമായ ടൈം ടേബിൾ വെച്ച്, എൻ്റെ നിർദ്ദേശം സ്റ്റഡി നോട്ട് ഫോർ മാർക്സ് ബട്ട് സ്റ്റഡി ഫോർ ഗെയിനിങ് നോളജ്. അപ്പോൾ അത് വളരെ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള നമ്മുടെ പഠനം നമ്മുടെ തലച്ചോറിലും ബ്രെയിനിലും അത് വളരെ ഇംപ്രിൻറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. ആ രീതിയിലുള്ള ക്രമമായ ഒരു പഠനക്രമം നമ്മൾ അനുഷ്ഠിക്കണം. പരീക്ഷയുടെ സമയത്ത് നമ്മളൊന്ന് റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്ട്രെസ് വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ മാതാപിതാക്കന്മാരും കുടുംബാംഗങ്ങളും ഒക്കെ ഈ പഠിക്കുന്ന കുട്ടികളുടെ മേലെ ആവശ്യമില്ലാത്ത സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തി അവർക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത്.